अल्हम्दुलिल्लाहि रब्बिल आलमीन नहमदुहु व नस्तईनुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीका लहु अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअदु फ़इन्न खैरल हदीस किताबुल्लाह व खैरल हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल बिदअतिन ज़लाला व कुल्ल ज़लालतिन फिन्नार। या अय्युहल्लज़ीना आमनू इत्तक़ुल्लाह हक़्क़ तुक़ातिह वला तमूतुन्न इल्ला व अंतुम मुस्लिमून। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अर्रिजालु क़व्वामूना अलन निसा अर्रिजालु क़व्वामूना अलन निसा बिमा फ़द्दलल्लाहु बअदहुम अला बअद वबिमा अनफ़क़ू मिन अम्वालिहिम फ़स्सालिहातु क़ानितातुन हाफ़िज़ातुन लिलग़ैबि बिमा हफ़िज़ल्लाह। ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ അഥവാ സത്യവിശ്വാസം ഒരു മനുഷ്യന് നൽകുന്ന സമാധാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. നമ്മൾ ആരാണ്, നമ്മുടെ റബ്ബ് ആരാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ റബ്ബിൽ തൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക എന്നതും ആ റബ്ബിൻ്റെ വിധിയെ തൃപ്തിപ്പെടുക എന്നതും അവൻ്റെ ജീവിതത്തിന് വലിയ സമാധാനം നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മനുഷ്യവംശത്തിൻ്റെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി സമാധാനം നിർബന്ധമാണ് ഒരു മനുഷ്യന്. അവൻ്റെ ഏത് കാര്യത്തിനും അത് ഭംഗിയാവണമെങ്കിൽ സമാധാനം ഉണ്ടാവണം. സമാധാനമില്ലാത്ത അവസ്ഥയിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യവും, അവൻ്റെ ഒരു ലക്ഷ്യവും അത് പൂർത്തിയാക്കപ്പെടുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം സമാധാനപൂർണമായി തീരാൻ സൃഷ്ടാവ് നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത സംവിധാനമാണ് കുടുംബം എന്നത്. മനുഷ്യൻ ഒറ്റയാവാൻ പാടില്ല, അവൻ ഒറ്റപ്പെട്ടവനാവാൻ പാടില്ല. മറ്റു ജീവികളെ പോലെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ മനുഷ്യന് കഴിയുകയില്ല. ആ രൂപത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. അവന് സങ്കടങ്ങളുണ്ട്, അവന് സന്തോഷങ്ങളുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ദൗർബല്യങ്ങളുണ്ട്, അവൻ്റെ ജീവിതത്തിൽ അവനെ തന്നെ അറിയാത്ത ഒരുപാട് അവസ്ഥകളുണ്ട്, നിയന്ത്രിക്കാൻ കഴിയാത്ത അവസരങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ സവിശേഷതകളായി പടച്ച റബ്ബ് തന്നെ സൃഷ്ടിച്ചു വച്ചതാണ്. ഈ സവിശേഷതകളോടെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവന് കൃത്യമായ ഒരു കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ടാവണം. ജനിച്ച് വീഴുന്നതിന് മുമ്പ്
ജനിക്കുന്നതിന് മുമ്പേ ഒരു മാതാവിൻ്റെ ഗർഭാശയം അവൻ ഉണ്ടാവണം. അവിടെ തുടങ്ങി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും എനിക്ക് ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒട്ടനവധിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നൽകിയ സമാധാനത്തിൻ്റെ സംവിധാനമാണ് അവൻ്റെ കുടുംബം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കുമ്പോൾ അതിനെ ഒരു ചെറുതായി കാണരുത്, അതൊരു വലിയ സംരംഭമാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം അത് നിനക്കൊരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന വലിയ ഒരു സംഗതിയാണിത്. സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. ആ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നതാണ് വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇണ. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അർത്ഥം. ഇണ എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കാൻ പറ്റാത്ത, ഒന്നിനെ ഒന്നിൽ നിന്ന് ശ്രേഷ്ഠമാക്കാൻ പറ്റാത്ത, ഒരുമിച്ച് പോകുന്ന രണ്ട് വസ്തുക്കളാണ് ഇണ. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ ഉണ്ടാക്കി തന്നു. ലിതസ്കുനു ഇലൈഹ, സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി. ഒരു മനുഷ്യൻ എത്ര വലിയവനാവട്ടെ, അവൻ എന്തൊക്കെ ഉണ്ടാവട്ടെ, അവൻ്റെ സ്ഥാനമാനങ്ങൾ എത്ര വലുതാവട്ടെ, അവൻ്റെ ഒരു സന്തോഷം അതാദ്യം പങ്കുവെക്കാൻ ഉണ്ടാവുക അവൻ്റെ കുടുംബത്തോടായിരിക്കും. അവൻ്റെ ഒരു സങ്കടം അതാദ്യം പങ്കുവെക്കാൻ ഉണ്ടാവുക അവൻ്റെ കുടുംബത്തോടായിരിക്കും. അവൻ്റെ ഒരു നേട്ടം, അവൻ്റെ ഒരു വീഴ്ച, അതൊക്കെ കുടുംബവുമായിട്ടാണ് എപ്പോഴും ആദ്യം പങ്കുവെക്കപ്പെടുക. ഒരു മനുഷ്യൻ എത്ര പൂർണ്ണതയിലെത്തുന്നതും ആ കുടുംബവുമായുള്ള അവൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ. ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കുടുംബമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ കുടുംബവുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ വലിയ ചില അപകടങ്ങളോ അബദ്ധങ്ങളോ അപര്യാപ്തകളോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതായ സമാധാനം ഉണ്ടല്ലോ, അത് പലർക്കും കിട്ടണില്ല. ഒരു നല്ല കല്ലുള്ള ഒരു സ്ഥലത്തൂടെ നമുക്ക് നടന്നു പോകണം. നല്ല മൂർച്ചുള്ള വെള്ളാരങ്കല്ലൊക്കെ ഉള്ള വഴിയാണ്. അതിലൂടെ നടന്നു പോകണമെങ്കിൽ എന്താ നമ്മൾ ആദ്യം ഒരുങ്ങുകയോ? നല്ല ഒരു ഷൂ. ഏത് കല്ലിലൂടെയും നടന്നു പോകാൻ പറ്റിയ നല്ല ഒരു ഷൂ നമ്മൾ സംഘടിപ്പിക്കും. ആ ഷൂ ഇട്ടാൽ ഏത് കല്ലും ഏത് പാറയും നമ്മൾ കയറിപ്പോവും. പക്ഷേ ആ ഷൂവിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കല്ല് കുടുങ്ങിയാൽ, ആ ഷൂവിൻ്റെ ഉള്ളിൽ ഒക്കെ കെട്ടി ഭദ്രാക്കി എല്ലാം ഇട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കല്ല് കുടുങ്ങിയത്, അത് അഴിച്ചിടാൻ നേരല്ല, സമയം വൈകി. ആ കല്ല് ഉള്ളിലുള്ള ഷൂവുമായിട്ട് നമ്മൾ നടന്നാൽ എന്തേക്കാര അവസ്ഥ അല്ലേ? എത്ര വലിയ കല്ലുണ്ടെങ്കിലും ആ ഷൂ മതി നടക്കാൻ. പക്ഷെ ആ ഷൂവിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കല്ലുണ്ടെങ്കിൽ നമ്മുടെ നടത്തം അവിടെ നിൽക്കൂലേ? ഈ ലോകത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മനോഹരമായൊരു സംഗതി ഒന്നല്ല. അത് പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റും തിരമാലകളുമുള്ള, പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുള്ള, സങ്കടങ്ങളും ദുഃഖങ്ങളുമുള്ള, ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു മലമ്പാത ചുരം പോലെയാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിതം. സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, രോഗം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാകും, നഷ്ടം വരും, ലാഭം ഉണ്ടാകും, കണ്ണീരുണ്ടാവും, ചിരി ഉണ്ടാകും. ഇതൊക്കെ പാടെ കൂടിച്ചേർന്നാണ് മനുഷ്യൻ്റെ ജീവിതം. ഈ സന്ദർഭങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാൻ ഒരു മനുഷ്യന് കരുത്ത് നൽകുന്നത് അവൻ്റെ കുടുംബമാണ്. കുടുംബത്തിന് വേണ്ടിയുള്ള ജീവിതം, ആ കുടുംബത്തിൻ്റെ സന്തോഷം, ആ കുടുംബത്തിൻ്റെ നേട്ടങ്ങൾ, ആ കുടുംബത്തിൻ്റെ വളർച്ച, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ ഈ ലോകത്ത് അധ്വാനിക്കാനും അവൻ്റെ മുന്നോട്ടുള്ള യാത്രക്കും പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ കല്ല് വീണാലോ അവൻ്റെ ജീവിതം ഏറെ പ്രയാസകരമാകും. ചിലരുടെയൊക്കെ ജീവിതം അവിടെ അവസാനിക്കും. ഒരു ഷാളിൻ്റെ തലക്കലോ ഒരു തുള്ളി വിഷത്തിലോ ഒരു കയറുമ്മലോ ഒക്കെ ആ ജീവിതം അവിടെ അവസാനിക്കും. അപ്പോൾ വളരെ പ്രധാനമാണ് എന്താണ് കുടുംബം.
കുടുംബത്തിനൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ വീടിന് ഇപ്പോൾ ഇരുമ്പ് കൊണ്ട് കമ്പി കൊണ്ടൊരു വീട് പണിയാൻ ഉത്തരം വേണം, അതിന് അതിൻ്റെ അളവിന് പറ്റിയ കമ്പി ഉണ്ട്. കഴുക്കോല് വേണം, അതിന് അതിൻ്റെ അളവുള്ള ആ കമ്പി വേണം. പട്ടിക വേണം, അതിന് അതിൻ്റെ രൂപത്തിലുള്ള കമ്പി വേണം. ആ പട്ടിക വെക്കേണ്ട കമ്പി കൊണ്ട് തൂണ് കൊടുത്താൽ, തൂണ് കൊടുക്കേണ്ട കമ്പി പട്ടിക കടിച്ചാൽ ആ വീട് നിലംപൊത്തും. അതായത് കുടുംബം എന്ന സംവിധാനം പടച്ച റബ്ബ് പഠിപ്പിക്കുമ്പോൾ ആ കുടുംബത്തിലെ ഓരോരുത്തർക്കും അള്ളാഹു ഒരു സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട്. ആരാവണം ബാപ്പ, ആരാവണം ഉമ്മ, ആരാവണം മക്കൾ, ആരാവണം മറ്റുള്ളവർ. ഈ സ്ഥാനം ലംഘിച്ച് ബാപ്പ ഉമ്മയാവുകയോ ഉമ്മ ബാപ്പയാവുകയോ മക്കൾ ബാപ്പയാവുകയോ ബാപ്പ മക്കളാവുകയോ എന്ത് ചെയ്യുമ്പോഴും കുടുംബം നിലംപൊത്തും. ഒരു സംശയവും വേണ്ട. ബാപ്പ ചെയ്യേണ്ട ജോലി ബാപ്പ ചെയ്യാതിരിക്കും, അത് ഉമ്മാനെ ഏൽപ്പിക്കുമ്പോൾ. ഉമ്മ ചെയ്യേണ്ട ജോലി ഉമ്മ ചെയ്യാതെ ബാപ്പാനെ ഏൽപ്പിക്കുമ്പോൾ, ബാപ്പ ചെയ്യേണ്ട ജോലി ബാപ്പ ചെയ്യാതെ മക്കളെ ഏൽപ്പിക്കുമ്പോൾ, മക്കൾ ചെയ്യേണ്ട ജോലി മക്കൾ ചെയ്യാതെ ബാപ്പാനെ ഏൽപ്പിക്കുമ്പോൾ ആരെ ഏൽപ്പിച്ചാലും കുടുംബം നിലംപൊത്തും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്, ഇസ്ലാം നിശ്ചയിച്ച കുടുംബത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഘടന എന്താണ്. ഈ കുടുംബം എന്ന സംവിധാനം മനുഷ്യന്മാരുണ്ടാക്കിയ ഏർപ്പാടല്ല. എങ്ങനെ കാലക്രമത്തിൽ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ഒരു ജീവിത രീതിയല്ല കുടുംബം എന്നുള്ളത്. മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്ന് അള്ളാഹ് നിശ്ചയിച്ചതാ. നോക്കി നിങ്ങൾ, മനുഷ്യൻ ശ്വസിക്കണം. മനുഷ്യൻ തീരുമാനിച്ചാലല്ലോ ഞാൻ ശ്വസിക്കാന്നല്ലേ പടച്ചോ തീരുമാനിച്ച. ഈ ദുന്യാവിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, എന്തൊക്കെ വാതകങ്ങളുണ്ട് ഈ ലോകത്ത്. എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ഓക്സിജനെ ശ്വസിക്കാവൂ. അഥവാ ഞാൻ ശ്വസിക്കുന്ന വായുവിൽ ഓക്സിജൻ അല്ലാത്ത മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിശ്വാസത്തിലൂടെ പുറത്തു വിടണം. ഓക്സിജൻ മാത്രമേ ഞാൻ സ്വീകരിക്കാൻ പാടുള്ളൂ. എനിക്ക് ഓക്സിജൻ ഇഷ്ടമല്ല, ഞാൻ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കട്ടെ തീരുമാനിച്ചാൽ മരിച്ചു പോവുമോ? എനിക്ക് ഓക്സിജൻ വേണ്ട, എനിക്ക് ഹൈഡ്രജൻ മതി എന്നൊരാൾ തീരുമാനിച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം അത് അള്ളാഹു നിശ്ചയിച്ച ഘടനയാണ്, അല്ലേ? അപ്പൊ കുടുംബം അള്ളാഹു നിശ്ചയിച്ചതാകയാൽ ആ കുടുംബത്തിന്റെ ഘടനയും അള്ളാഹു താല നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഘടനക്ക് കോട്ടം തട്ടുമ്പോൾ കുടുംബം നിലംപൊത്തും. സമാധാനത്തിന്റെ കേന്ദ്രമാവേണ്ട കുടുംബം അസമാധാനത്തിന്റെ നെരിപ്പോടായി മാറും. ഒരു സങ്കടവും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കയറി ചെല്ലേണ്ട നമ്മുടെ കുടുംബം ഉണ്ടല്ലോ, ഓടി ദൂരേക്ക് എത്താൻ ശ്രമിക്കും. നമ്മൾ അത് പോകാൻ തന്നെ തോന്നൂല. അതുകൊണ്ട് സമാധാനം കിട്ടാൻ ഈ ലോകത്ത് അള്ളാഹു നിശ്ചയിച്ച ആ കുടുംബ സംവിധാനത്തെ ശരിക്കറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ മനോഹാരിത ഉണ്ടാവും. അതിനോട് റോങ് ആയിട്ട് തെറ്റായ വഴിയിലൂടെ കുടുംബത്തെ നോക്കിക്കാണുകയോ കുടുംബത്തിൽ പെരുമാറുകയോ ചെയ്യുമ്പോൾ നമ്മൾ കുടുംബം ഒരു ഭാരമായി തീരും, അതൊരു വേദനയായി തീരും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടോ, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖൻ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, വിശ്വാസികളുടെ കൂട്ടത്തിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരാൾ പൂർണ്ണനാവുക എന്ന് പറയുന്നത് അഹ്സനുഹും ഖുലുഖൻ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരാ ഏറ്റവും നല്ല വിശ്വാസി? വലിയ താടി, വലിയ തലീക്കെട്ട്, അങ്ങനെ വലിയ നിസ്കാരത്തയമ്പ്, ആരാ ഏറ്റവും വലിയ പൂർണ്ണനായ വിശ്വാസി? അഹ്സനുഹും ഖുലുഖൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. പെരുമാറ്റം, സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉള്ളിൽ പാത്തക്കണല്ല. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതാണ് സ്വഭാവം. എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതാണ് സ്വഭാവം. ആ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ പൂർണ്ണനാകുമ്പോൾ അവൻ വിശ്വാസിയാണെങ്കിൽ അവൻ്റെ വിശ്വാസം പൂർണ്ണവും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഖിയാറുക്കും ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഖിയാറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഖിയാറുക്കും ലി അഹ്ലി, തൻ്റെ കുടുംബത്തോട്, തൻ്റെ കുടുംബത്തിലെ തൻ്റെ ഇണയോട്, തൻ്റെ ജീവിത പങ്കാളിയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. നമ്മൾ പലപ്പോഴും ഉത്തമന്മാരാ, നാട്ടുകാരുടെ മുമ്പിൽ ഉഷാറാണ്, കൂട്ടുകാരുടെ മുമ്പിൽ ഉഷാറാണ്, എല്ലാവർക്കും മുമ്പിൽ നമ്മൾ വേണ്ടപ്പെട്ടവനാണ്. പക്ഷെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ ചില താളപ്പിഴവുകൾ ഉണ്ടാവുന്നുണ്ട്. കുടുംബത്തിൽ നമ്മൾ ഉത്തമനല്ല.
നമ്മളെ കാണുമ്പോൾ വീട്ടുകാർ വർത്താനം നിർത്തുന്നു, വീട്ടുകാർ ചിരി നിർത്തുന്നു, വീട്ടുകാരുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അവർ സമാധാനമാവും. പോയല്ലോ, അവർക്കൊരു സമാധാനമാകുന്നു, അവർക്കൊരു സ്വസ്ഥതയാകുന്നു, അവർക്കൊരു ശാന്തിയാകുന്നു. ഇതൊരു അപകടം ഇവിടെ മാത്രമല്ല, നാളെ പരലോകത്തും അപകടം. നമ്മൾ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന വീട്ടുകാർ, നമ്മൾ ചെല്ലാതിരിക്കാനേ പ്രാർത്ഥിക്കുന്ന വീട്ടുകാർ, അതൊരു വലിയ അപകടം ദുന്യാവിലും പരലോകത്തും. അതുകൊണ്ട് നമ്മൾ നല്ലവരാകുമ്പോൾ നമ്മൾ നന്നാവാൻ തുടക്കം കുറിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. വീടുകളിൽ നമ്മളാവണം. വീട്ടിൽ നമ്മൾ രാജാവാകരുത്, വീട്ടിൽ നമ്മൾ മന്ത്രിയാവരുത്, വീട്ടിൽ നമ്മൾ നേതാവാകരുത്, വീട്ടിൽ നമ്മൾ വേറെ ഒന്നും ആവരുത്. വീട്ടിൽ നമ്മൾ ആ വീട്ടുകാരനാവണം, ആ വീടിൻ്റെ ആളാവണം, ആ വീട്ടിലുള്ളവരോട് നന്നായി പെരുമാറുന്നവരാവണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ചില ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലായിരിക്കുമ്പോൾ എന്താണ് പ്രവാചകൻ ചെയ്യാറ്? മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതി. ഇതൊന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങുക ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതറിയാത്തതിൻ്റെയോ നമുക്കാരും പറഞ്ഞു തരാത്തതിൻ്റെയൊക്കെ അപകടം നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ശരിക്ക് കാണുന്നുണ്ട്. ഇഷ്ടംപോലെ പൈസയും വലിയ വീടും എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ വീടുകൾ അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അസ്വസ്ഥമായ വീടുകളിൽ നിന്ന് മക്കള്, പേരമക്കള് അവരൊക്കെ വഴിമാറിയ പോവാ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലായിരിക്കും. നബി പള്ളിയിലായിരിക്കുമ്പോൾ നബി എന്താ ചെയ്യാന്ന് ഓൽക്കറിയാം. നബി അങ്ങാടിയിലായിരിക്കുമ്പോൾ നബിന്റെ ജീവിതം എങ്ങനെയാ ഓൽക്കറിയാം. നബി സൈന്യത്തോടു കൂടിയാകുമ്പോൾ, നബി ഭരണാധികാരിയാകുമ്പോഴൊക്കെ നബി എന്താ ഇക്കാരെന്ന് ജനങ്ങൾക്കറിയാം. പക്ഷെ നബി വീട്ടിലായിരിക്കും. നബിന്റെ വീട് ചെറിയ വീടല്ലേ? നബി വീട്ടിലായിരിക്കുമ്പോൾ നബി എങ്ങനെയായിരിക്കുമെന്നാണ് അവർ പ്രവാചകനോട് ചോദിക്കുന്നത്. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ആ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മറുപടി? അറിയുന്നത് കാന യകൂനു ഫീ മിഹ്നതി അഹ്ലി തഅനി ഖിദ്മത അഹ്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലായിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ വീട്ടുകാര്, നബിന്റെ ഭാര്യ, മക്കള് അവരെന്താണോ ചെയ്യുന്നത് അത് പ്രവാചകൻ ചെയ്തുകൊണ്ടിരിക്കും. ഭക്ഷണം ഉണ്ടാക്കും, വസ്ത്രം തുന്നും, അടുക്കളയിൽ പാചകം ചെയ്യും, പാത്രങ്ങൾ വൃത്തിയാക്കും, വസ്ത്രങ്ങൾ വൃത്തിയാക്കും. എന്താണോ പ്രവാചകന്റെ ഭാര്യമാർക്ക് വീട്ടിലുള്ള ജോലി, ആ ജോലിയിൽ പ്രവാചകൻ പങ്കാളിയാവും. ഫൈദാ ഹളറത്തിസ് സ്വലാത്തു, അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായാൽ ഖറജ ഇലസ്വലാത്തി, പ്രവാചകൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരുടെ കൂടെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ തൻ്റെ വീട്ടിലായിരിക്കും. ആ അടുക്കളയിൽ കയറ് ആണോ? ആണ് എന്ന് പറയാൻ പറ്റുമോനെ? ആണ് എന്ന് പറഞ്ഞാൽ അവൻ എപ്പുറത്താ വലിയ കസേരയിൽ ചാരിയിരിക്കുക, ഓൻ വലിയ വർത്താനങ്ങൾ മാത്രം പറയുക, കൽപ്പിക്കുക, മറ്റുള്ളവരെ പരിചാരകരായി കാണുക. ഇതൊക്കെ അല്ലേ ഒരു വീട്ടിലെ ആണിന്റെ സ്ഥാനം എന്ന ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയായി അല്ലാഹു തആല പറഞ്ഞയച്ച പ്രവാചകനാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സത്യവാക്യത്തിലൂടെ, സാക്ഷ്യവാക്യത്തിലൂടെ നമ്മൾ വിളിച്ചു പറയുന്നത് ആ പ്രവാചകൻ എന്തൊരു മാർഗമാണോ എനിക്ക് പഠിപ്പിച്ചു തന്നത്, ആ മാർഗത്തിലൂടെ ഞാൻ ജീവിക്കുന്ന ആ പ്രവാചകനോ അത് ഒരു പണിയില്ലാത്തവരെ പണിയല്ലേ? എന്തെങ്കിലുമൊക്കെ പണിയുള്ളവർ അങ്ങനെയൊക്കെ ആവോ? പ്രവാചകൻ പണിയെടുത്ത അത്ര ഈ ലോകത്ത് ആരാ പണിയെടുത്ത്? 23 കൊല്ലം കൊണ്ട് ഒരു ലോകത്തിന്റെ ഗതി മാറ്റത്തക്ക വിധം ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ, ഒരു ജനതയുടെ നേതാവ്, അവരുടെ ജഡ്ജി, അവരുടെ സൈനിക നായകൻ എല്ലാമല്ലായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടുകാരോട് അവരിൽ ഒരാളായിട്ട് പെരുമാറി. കാരണം എന്താ അറിയോ? നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറയുമ്പോൾ അത് നബിന്റെ അഭിപ്രായമല്ല പറയാ, അത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാ. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ
നിങ്ങളുടെ വീട്ടുകാരോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന വാക്ക് പ്രവാചകന്റെ വക റസൂലുള്ള ഉണ്ടാക്കിയ കോട്ടിംഗ് അല്ല, അത് അള്ളാഹു വഹയി മുഖേന പഠിപ്പിച്ചു കൊടുത്തതാ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറേണ്ടവനാണ് ഞാൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക മാത്രമല്ല, അത് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കുകയും ചെയ്തു. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട്ടിലെ പുരുഷൻ ആരാണ്? പലപ്പോഴും നമ്മുടെ നാട്ടില്, നമ്മുടെ സമൂഹത്തില്, കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പുരുഷൻ ആ പുരുഷന്റെ ദൗത്യം നിർവഹിക്കാത്തത് കൊണ്ടുണ്ടായ അപകടമാണ്. ഒരു വീടിന്റെ ആരാണ് പുരുഷൻ? പൈസ കൊടുക്കേണ്ട ആളാണോ? ഒരിക്കൽ തിന്നാൻ കൊടുക്കാനൊക്കെ ഒരിക്കൽ റേഷൻ വാങ്ങി കൊടുക്കേണ്ട ആളാണോ? ആരാണ് പുരുഷൻ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ച ഒരു ആയത്ത് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചു. അർരിജാലു ഖവ്വാമൂന അലന്നിസായി. സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്തൃത്വം നടത്താൻ അധികാരപ്പെടുത്തവനാണ് പുരുഷൻ. അതിന്റെ കാരണം പറഞ്ഞു, ബിമാ ഫളലല്ലാഹു ബഅലഹും അലാ ബഅൽ. അല്ലാഹു ചിലരെ മറ്റു ചിലരെക്കാൾ പ്രത്യേകമാക്കിയിട്ടുണ്ട്. അത് ശാരീരിക ഘടന, അവന്റെ വികാരങ്ങള്, കാര്യങ്ങള് തീരുമാനിക്കാനുള്ള ബുദ്ധിപരമായ കഴിവ്, ശേഷി, ഇങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ട്. മാത്രല്ല, ആ കുടുംബത്തിന് ആവശ്യമായത് ചെലവഴിക്കുന്നതാവട്ടെ ആ പുരുഷന്റെ സ്വത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മേൽ, ഒരു കുടുംബത്തിലെ സ്ത്രീകൾക്കുമേൽ കൈകാര്യകർത്തൃത്വം നടത്താൻ നിശ്ചയിക്കപ്പെട്ടവനാണ് പുരുഷൻ. ഒരു കുടുംബത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട സംഗീത, നമ്മുടെ നാട്ടിലെ പല പുരുഷന്മാരും ഒന്നുകിൽ മടി, എങ്ങനെ അതൊക്കെ നമ്മളെ ഏറ്റെടുത്താൽ അത് വണ്ടി മേലല്ലേ, അത് ഓളണ്ട് ഏൽപ്പിച്ചാൽ ഓൾ ആശുപത്രി കൊണ്ടുപോകേ, റേഷൻ പീടി പോകേ, വില്ലേജിൽ പോകേ, അക്ഷയിൽ പോകേ, അതിനെന്താ വേണ്ടി 10-500 രൂപ രാവിലെ കൊടുത്തു പോന്നാൽ പിന്നെ എനിക്കൊരു പ്രശ്നമല്ല, വൈകുന്നേരം ചോറിനാണ് ചെന്നാൽ മതി എന്ന് പറയുന്ന ചില പുരുഷന്മാരെ നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ അവര് കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുക ചെയ്യാം. ആ കുടുംബത്തിൽ ഏതൊരു കാര്യം നടക്കുന്നുണ്ടോ ആ കാര്യം നടത്തേണ്ടത് ആ കുടുംബത്തിലെ പുരുഷനാണ്. ആ കുടുംബത്തിലെ പുരുഷനാണ് ആ കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തേണ്ടത്. അതിനാണ് അള്ളാഹു അവനെ പുരുഷനാക്കിയത്. ശാരീരിക ഘടനയിലെ മാറ്റം മാത്രമല്ല, മാനസിക, ചിന്താ, വൈകാരിക മാറ്റങ്ങളോട് ആണും പെണ്ണും എത്ര ഒന്നാക്കിയാലും ഒന്നാവൂല സഹോദര. അത് ഒന്നാണ് എന്ന് പറയുന്നവരൊക്കെ പടുവിഡ്ഢികളാണ്. ആണും പെണ്ണും രണ്ടല്ലേ? എന്തിനാ ഒളിമ്പിക്സിലൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ മത്സരം? ഇവിടെ നമ്മുടെ നാട്ടിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരൊറ്റ ബാത്റൂമും വാഷ്റൂമും ഒക്കെ ഉണ്ടാക്കി ആണിനെയും പെണ്ണിനെയും ഒന്നാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അടുത്ത ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ ആണിനും പെണ്ണിനും വേറെ വേറെ മത്സരം വേണ്ട, ഒരൊറ്റ മത്സരം നടക്കട്ടെ. എന്താ തീരുമാനിക്കാത്തത്? എന്താ ലോക ഫുട്ബോളിൽ പെണ്ണുങ്ങൾക്ക് വേറെ വേൾഡ് കപ്പും ആണുങ്ങൾക്ക് വേറെ വേൾഡ് കപ്പും ചെലവ് ചുരുക്കാൻ രണ്ടാക്കും കൂടെ ഒന്നുണ്ടാക്കിക്കൂടെ? ആണും പെണ്ണും ഒന്നാണെങ്കിൽ, തുല്യമാണെങ്കിൽ ഓർക്ക് ഒന്നിച്ചാണ് മത്സരിച്ചൂടെ? അത് പറ്റൂല. എന്താ? ആണിനെ പോലെ ശാരീരിക ഘടനയല്ല സ്ത്രീകളുടേത്, അവർ വ്യത്യാസമുണ്ട്. അതന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത്. ആണിന് പെണ്ണിന് അള്ളാഹു വ്യത്യസ്തമായ ദൗത്യങ്ങളാണ് ലോകത്തെ ഏൽപ്പിച്ചത്. ആ ദൗത്യത്തിൽ ആണിനെ ഏൽപ്പിച്ച ദൗത്യമാണ് കുടുംബത്തെ നയിക്കലും കുടുംബത്തിന് ചെലവഴിക്കലും കുടുംബത്തിന്റെ ഉത്തരവാദിത്തവും ആണിനെ ഏൽപ്പിച്ചത്. അതിനാവശ്യമായ ശാരീരിക ഘടന അധ്വാനിക്കാനുള്ള ശേഷി, ശരീരത്തിലെ അവന്റെ പേശികളുടെ ബലം, അവന്റെ അസ്ഥിയുടെ ബലം, അവന്റെ ശാരീരിക ഘടന, അവന്റെ ബുദ്ധിപരമായ സവിശേഷതകള്, വൈകാരികതയെ നിയന്ത്രിക്കാനുള്ള കരുത്ത്, ഇതിലൊക്കെ ആണിന് അല്ലാഹു സൃഷ്ടിപ്പിലെ ചില വ്യത്യാസം കൊടുത്തിട്ടുണ്ട് പെണ്ണിനേക്കാൾ. അതെന്തിനാണെന്നറിയോ? അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ വലുപ്പം കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം, ഈ ആനുകൂല്യം ലഭിച്ച ഒരാണിനെ സംബന്ധിച്ച് അവന്റെ ബാധ്യതയാണ് ആ കുടുംബത്തെ നിയന്ത്രിക്കൽ. അഥവാ ഒരു കുടുംബത്തിന്റെ നിയന്ത്രണം പുരുഷന്റെ കയ്യിലാണ്. അതെവിടെ സ്ത്രീകൾക്ക് വിട്ടുകൊടുത്ത് പുരുഷന്മാർ അലസരാവുകയോ മടിയന്മാരാറുകയോ അല്ലെങ്കിൽ സുഖലോലുപരായി മാറി നിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ മനസ്സിലാക്കും, അത് നമ്മൾ പൈസ കൊടുത്താൽ പോരെ, ഓള് നടത്തോലോ കാര്യങ്ങളൊക്കെ. പൈസ നമ്മൾ കൊടുക്കുക. ആശുപത്രി പോകണോ, ഒരാൾ കൊണ്ടേക്കോ, പൈസ അവിടെ ഉണ്ട് വാങ്ങിക്കോ. മീൻ വാങ്ങണോ, പൈസ അവിടെ ഉണ്ട് അവിടുന്ന് വാങ്ങിക്കോ, ഞാൻ കൊടുത്തോളാം. ഒക്കെ പെണ്ണിനെ ഏൽപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ആണിൻ്റെ പണം കുറഞ്ഞു വരും.
അല്ലെങ്കിൽ ആണിൻ്റെ കന്ന് ഭർത്താവിൻ്റെ കന്ന് ബാപ്പയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ പണം മക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ കിട്ടുന്ന അവസ്ഥ വരുമ്പോൾ വഴിമാറിപ്പോകും. നിങ്ങൾ വേണ്ടാറേ വഴിമാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ വീട്ടിൽ ഏതൊരു കാര്യം നടക്കുന്നുണ്ടോ അത് ആ വീട്ടിലെ ഗ്രഹനാഥൻ എന്ന, അത് എത്ര പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ, ആ ഗ്രഹനാഥൻ അറിയണം, തീരുമാനിക്കണം, അതിന് നേതൃത്വം കൊടുക്കണം. അതാണ് ആണിനെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏൽക്കണം. അതിൽ ഒരു പെണ്ണ് ഏതെങ്കിലും നിലക്ക് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഔദാര്യമാണ്. ഞാൻ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നൊരു പെണ്ണ് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊടുക്കാം, പക്ഷെ അത് സദഖയാണ് എന്നാ പറഞ്ഞത്. സദഖ, ഭർത്താവ് ഭാര്യക്ക് ഒരു 500 റുപ്യ കൊടുത്തിക്കണമെങ്കിൽ അത് സദഖയാണ്. കാരണം അവളത് കൊടുക്കേണ്ടവളല്ല, അവളത് കൊടുക്കേണ്ടതുമല്ല. അത് ഭർത്താവിനെ സഹായിക്കുകയാണ്. പാവല്ല എൻ്റെ ഭർത്താവ്, അതുകൊണ്ട് എൻ്റെ എത്ര 500 റുപ്യ എടുത്താ ഇത് കൊണ്ടുകൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കോളി എന്ന് പറയുമ്പോൾ അതൊരു സ്വതക്കയാണ് എന്നാ ഇസ്ലാം മതം പഠിപ്പിച്ചത്. അപ്പോൾ ഒന്നാമതായി നമ്മളൊക്കെ മനസ്സിലാക്കുക, കുടുംബത്തിൻ്റെ കടിഞ്ഞാൺ ഒരിക്കലും ഒരു കുടുംബത്തിൻ്റെ ഗ്രഹനാഥൻ ആ കുടുംബത്തിലെ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. സൗകര്യത്തിന് വേണ്ടിയോ എളുപ്പത്തിന് വേണ്ടിയോ ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോയിട്ട് ആസ്വദിക്കാൻ വേണ്ടിയോ ഒക്കെ നമ്മളത് മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരത്തിന് വെച്ച കമ്പിയെടുത്ത് പട്ടികയെടുത്ത് ഉത്തരം വെച്ചാൽ വീട് വളയുന്നത് പോലെ ആ കുടുംബം വളയും, അതിൻ്റെ വഴി മാറിപ്പോകും. ഒന്നാമത്തെ കാര്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. പുരുഷൻ അവനാണ് ആ വീടിൻ്റെ നാഥൻ. അത് റേഷൻ കാർഡിലോ ഓന് വളമ്പണ പിഞ്ഞാണത്തിൻ്റെ വലിപ്പത്തിലോ ഓ ഇരിക്കണ കസേരൻ്റെ വലിപ്പത്തിലോ അല്ല. ആ വീട്ടിൽ അവൻ്റെ റോളാണ്, അവൻ്റെ ഉത്തരവാദിത്തമാണ്, അവൻ്റെ ദൗത്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ ആ കുടുംബത്തിൻ്റെ നാഥനാകുന്നത്. അതൊരു വെറും പേരല്ല. നാഥൻ, കുടുംബനാഥൻ എന്ന പേരുണ്ടല്ലോ, അതൊരു അലങ്കാരമല്ല, അതൊരു നിലനിൽപ്പിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര പ്രയാസമോ ബുദ്ധിമുട്ടുള്ള കാലമാവട്ടെ, പ്രവാചകന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അവസാനം വരെ പ്രവാചകന്റെ കയ്യിലാണ്. അവസാന സമയത്തൊക്കെ അവസാനം തൻ്റെ വീട്ടിൽ പെരും പട്ടിണിയായപ്പോൾ പുറത്തുനിന്ന് 5 പൈസ കിട്ടാൻ ഗതിയില്ലാതെ വന്നപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങളിൽ പോയിട്ട് എൻ്റെ ബാപ്പാനത്തെ കുറച്ച് വാങ്ങിക്കൊണ്ടിരുന്ന പറഞ്ഞേക്കാം റസൂലിന്. പ്രവാചകൻ തൻ്റെ പടയങ്കി പണയം വെച്ചിട്ടേ ആ പ്രവാചകന്റെ അധ്വാനത്തിന്റെ അരി കൊടുത്ത തൻ്റെ അവസാന ശ്വാസം വരെ കുടുംബത്തെ പോറ്റിയത്. നമ്മുടെ നാട്ടിൽ കുറെ വിളവും ഭർത്താക്കന്മാരുണ്ട്, പെണ്ണുങ്ങളെ കൊണ്ട് ലോൺ എടുപ്പിക്കുക, ഓല പേരിൽ അടക്കാൻ കഴിയൂല. എന്നിട്ട് എൻ്റെ വാപ്പാനോട് പോയി ചോദിച്ചു പറഞ്ഞേക്കുക, ഇനി തീർത്തില്ലെങ്കിലോ അന്നെ 3 തലാക്കും ചൊല്ലി പിരിച്ചു വിടുക, നെട്ടിച്ച് കണ്ട പൈസ ഉണ്ടാക്കുക. എന്താ ആണെന്നൊക്കെ പറയണം, പിന്നെ അല്ലേ ആണെന്നൊക്കെ പറയണം നമ്മളത് അല്ലേ. ആണ് ആരാന്നല്ല പറഞ്ഞില്ലേ, ആണിനെ ആണാക്കിയത് എന്തുകൊണ്ടാന്ന് പടച്ചോൻ പറഞ്ഞില്ലേ. ആ ആണത്വമുള്ള സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അതെ, ഇനി പുരുഷൻ ഒരു കുടുംബത്തിന്റെ രക്ഷകർത്താവാകുമ്പോൾ, ഒരു കുടുംബത്തിന്റെ നാഥനാകുമ്പോൾ ആ പുരുഷൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ കുടുംബത്തിലെ ഒരു പുരുഷൻ ഒരു കുടുംബത്തിന്റെ നാഥനാകുമ്പോൾ ആ പുരുഷന്റെ സഹസഞ്ചാരിയായി, ജീവിതത്തിന്റെ സഹചാരിയായി അവന്റെ ഭാര്യ ഉണ്ടാവും. ആ ഭാര്യ അവന്റെ കുടുംബത്തിന്റെ പാതിയാണ്. ആ ഭാര്യയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ അടിസ്ഥാന വീക്ഷണം നമ്മളെ പഠിപ്പിച്ചത് അൽ മർഅതു റാഗിയത്തുൻ ഫീ ബൈതി സൗജിഹാ. എന്താ റാഗി പറഞ്ഞാല്? ആടിനെ മേക്കുന്ന ഇടയന് റായി എന്നാ പറയാ. ഒരു ഇടയൻ ആട്ടിൻകൂട്ടത്തെയും കൊണ്ട് പോകുമ്പോൾ ആടിന് അപകടം പറ്റാത്ത സ്ഥലം, ആടിന് പുല്ലുള്ള സ്ഥലം, ആടിന് വെള്ളം കിട്ടുന്ന സ്ഥലം, ആടിന് അപകടം പറ്റാത്ത സ്ഥലം, ആടിന് അങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ച ഒരു ഇടയൻ ഒരു ആട്ടിൻകൂട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു കുടുംബത്തിനെ അതേ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആ കുടുംബത്തിന്റെ റായിയാണ് ആര്? ആ സ്ത്രീ. ആ സ്ഥാനം ആ സ്ത്രീക്ക് വകവെച്ചു കൊടുക്കാൻ ആ പുരുഷൻ തയ്യാറാവണം. പലപ്പോഴും നമ്മള് മലയാളത്തിലെ പദപ്രയോഗത്തിലെ ഒരു ചെറിയ പ്രശ്നം, ഭാര്യ ഭർത്താവ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കേണ്ടവൻ, ഭർത്താവ് എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നൊരു വ്യാഖ്യാനം ആരൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ശരിയോ തെറ്റോ എനിക്കറിയില്ല. പക്ഷെ ഇസ്ലാമികമായിട്ട് അങ്ങനെ ഒരു പ്രയോഗമല്ല. സൗജ് സൗജത്ത് ഇണയാണ്. രണ്ടാൾക്കും 2 ഉത്തരവാദിത്തങ്ങളാണ്. ആ 2 ഉത്തരവാദിത്തങ്ങളാവട്ടെ പരസ്പര പൂരകങ്ങളാണ്. ഒരാൾ മറ്റൊരാൾക്ക്, മറ്റേയാൾ അവർക്ക്, 2 പേരും ഒരുമിച്ച് പോകേണ്ട, ഒരു വാഹനത്തിന്റെ 2 ചക്രങ്ങൾ ഉരുണ്ടുപോകുന്നത് പോലെ ഒരുമിച്ച് പോകേണ്ട 2 ഉത്തരവാദിത്തങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഒരാൾ വീടിൻ്റെ നാഥനാകുമ്പോൾ അയാളുടെ ഉത്തരവാദിത്തമാണ് തൻ്റെ ജീവിത പങ്കാളിക്ക്, തൻ്റെ വീടിനെ മുന്നോട്ട് നയിക്കാൻ ഏൽപ്പിക്കപ്പെട്ട തൻ്റെ ഭാര്യയ്ക്ക് അവളോടുള്ള അവൻ്റെ സമീപനവും അവൻ്റെ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ രൂപരേഖയുണ്ട് ഖുർആനിൽ. അല്ലാഹു തആല അവൻ്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു വാക്കുണ്ട്. എന്താ നിങ്ങൾ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് എന്താണ് പറഞ്ഞ നിങ്ങൾ? വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. ഒരു സ്ത്രീക്ക് കടമകളുണ്ട്. നമ്മൾ അത്രേ പഠിച്ചേ. വീട്ടുകാരിയുടെ ഭാര്യയുടെ കടമകൾ, ഭാര്യയുടെ കടമകൾ, ഭാര്യയുടെ കടമകളെ പോലെ തന്നെ ഭാര്യക്ക് അവകാശങ്ങളുണ്ട് എന്നാ ഇസ്ലാം പറഞ്ഞേ. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. അവൾക്ക് കടമകൾ ഉള്ളത് പോലെ തന്നെ അവൾക്ക് അവകാശങ്ങളുണ്ട്. കടമ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടണ്ട, അവകാശം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൊടുക്കണ്ട. അപ്പോ ആ ഭാര്യക്ക് ഭർത്താവിൽ നിന്ന്, കുടുംബനാഥനിൽ നിന്ന് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും കുടുംബത്തിന്റെ റൂട്ട് തെറ്റും. ഇപ്പോഴത്തെ കാലത്തിന്റെ വലിയ പ്രത്യേകത എന്താ നിങ്ങൾ? കുടുംബ ബന്ധങ്ങളിലൊക്കെ ശൈഥില്യങ്ങൾ വന്നു ചേർന്നത് ഏത് വഴിക്കാന്ന് നിങ്ങൾ? സ്നേഹം അർഹിക്കുന്ന രൂപത്തിലും ആശിക്കുന്ന രൂപത്തിലും കിട്ടാതെ വരുമ്പോൾ, ആ സ്നേഹം വേറെ ചില കള്ളവഴികളിലൂടെ കയറി വരുമ്പോൾ, ആ കയറി വരുന്ന സ്നേഹത്തിനെ സ്വീകരിക്കാൻ കുടുംബങ്ങളിലെ ആണോ പെണ്ണോ തയ്യാറാകുമ്പോൾ അത് കുടുംബത്തിനെ തകർത്ത് കളയും. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. അതായത് ഒരു ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹം, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം അയാൾ പ്രതീക്ഷിക്കുന്നത്, അത് കിട്ടാതെ വരുമ്പോൾ പണ്ടത്തെ പോലെയല്ല, അത് കിട്ടാവുന്ന ചില വേണ്ടാത്ത വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. മൊബൈൽ ഫോണുകൾ തുടങ്ങി ഇന്റർനെറ്റുകളിലൂടെ, സാമൂഹ്യ ബന്ധങ്ങളിലൂടെ, സുഹൃത്ത് ബന്ധങ്ങളിലൂടെ, നൂറുകണക്കിന് വഴികളിലൂടെയാണ് ഈ സ്നേഹം ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് തള്ളി തള്ളി വരുന്നത്. ഒന്ന് തോണ്ടി കൊടുത്താൽ മതി, പൊട്ടിക്കെട്ട് വരും. കാത്തുക്കുക. അങ്ങനെ കയറി വരുമ്പോൾ അത് നമ്മുടെ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കി കളയും. അതുകൊണ്ട് തന്നെ ലോകത്ത് എന്ത് സംഭവിച്ചാലും ശരി, മനസ്സിൻ്റെ ഉള്ളിൽ ചതിയുടെ, വഞ്ചനയുടെ ലവലേശമില്ലാത്ത ഒരു ബന്ധം അവർ തമ്മിലുണ്ടായിരിക്കണം. അത് കുടുംബജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ ഏറ്റവും അനിവാര്യമായ സംഗതി. അതനുസരിച്ചാവണം ജീവിതത്തെ ക്രമീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നിടത്ത് സഹാബത്ത് പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസർ നമസ്കാരം കഴിഞ്ഞാൽ പ്രവാചകൻ വീട്ടിലെത്തും. അസർ നമസ്കാരം കഴിഞ്ഞൊരു ഫ്രീ ആണല്ലോ, 4 മണിക്കൊക്കെ അല്ലേ, ജോലിയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞൊരു ഫ്രീയാ. പ്രവാചകൻ വീട്ടിലെത്തും. നമ്മൾ അസർ കഴിഞ്ഞാൽ തുണിയൊക്കെ മടക്കുത്തി അങ്ങാടിക്ക് ഇറങ്ങും അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെത്തും. എന്തിനറിയോ? ഭാര്യമാരോട് ചേർന്നിരിക്കാൻ. അവരോട് ചേർന്നിരിക്കും, അവരോട് സംസാരിക്കും, അവരുമായിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കും, തമാശ പറയും അല്ലേ? നിങ്ങൾക്കറിയോ നിസ്കാരം, ളുഹ്ർ നിസ്കാരത്തിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് വീട്ടിൽ നിന്ന് നിസ്കരിക്കലാ പുണ്യം. അത് വീട്ടിൽ നിന്ന് നിസ്കരിക്കലാ പുണ്യം. എന്നിട്ട് ളുഹ്ർ നിസ്കരിക്കാൻ പള്ളിക്ക് എത്തണം. ളുഹ്ർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നത്തെ സുന്നത്തുണ്ടല്ലോ, അത് വീട്ടിൽ പോയി നിസ്കരിക്കലാ പുണ്യം. പള്ളിക്കുന്ന നേരല്ലെങ്കിൽ നിസ്കരിക്കാം, അല്ലെങ്കിൽ പെരി പോയി നിസ്കരിക്കലാ പ്രവാചകന്റെ ചര്യ. നമ്മളെ ചില ആൾക്കാരൊക്കെ പറയണ്ടേ, സൗദി അറേബ്യയിലേക്ക് ചെന്നാൽ ചില ഇമാമുമാർ സുന്നത്തും കൂടി നിസ്കരിക്കൂല, ഇഖാമത്ത് കൊടുക്കുമ്പോൾ കയറി വരും, സലാം വീട്ടിൽ അങ്ങനെ ഇറങ്ങിപ്പോവും. നമ്മളത്ര ഈമാലുകൾക്ക് അത് നമ്മളെ വിവര കമ്മിയാ. നിസ്കരിക്കേണ്ടത് അവിടുന്ന്. അവിടെ നമ്മൾ പഠിക്കേണ്ട പാടെന്താ നിങ്ങൾ? ഒരു വിശ്വാസിക്ക് വീടുമായിട്ടുണ്ടായിരിക്കേണ്ട ബന്ധമാണ്. നമ്മളെ കൂട്ടത്തിലെ പല ആൾക്കാരും രാവിലെ 6 മണിക്ക് കേട്ടാ 2 ചക്രം വെച്ച് റോട്ടിൽ ഇറങ്ങിയാൽ രാത്രി 10 മണിക്ക് പെര കാണുക അല്ലേ? വീടുമായുള്ള ബന്ധം അത്രയും. ആ വീടുമായുള്ള, ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് യാത്രക്ക് പോകുമ്പോഴും പ്രവാചകന്റെ കൂടെ കുടുംബം ഉണ്ടാവും. പ്രവാചകൻ 1-ലേറെ ഭാര്യമാരുണ്ടായിരുന്നു. പ്രവാചകൻ നറുക്കെടുത്തിട്ട് ഈ യാത്രയിൽ ആരാണ് എൻ്റെ കൂടെ, ഈ സമയത്ത് ആരാണ് എൻ്റെ കൂടെ, ഇന്ന് ആരാണ് എൻ്റെ കൂടെ. ചില ആൾക്കാരുണ്ട് അറിയാതെ പെണ്ണ കെട്ടിയേക്കും, അവിടെ നിന്ന് കെട്ടിയേക്കും, ഇവിടെ കെട്ടിയേക്കും. ഇവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ 2 ദിവസം കോഴിക്കോട്ട് പോകട്ടെ, പണിയുണ്ട് നോട്ടോ, ഇടക്കര പോയിട്ട് അവിടെ പോയി പാർക്കും. അവിടുത്തെ പെണ്ണിനോട് പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് വരുള്ളൂ കേട്ടോ, ഓൻ അവിടെ കള്ളത്തരത്തിലൂടെ ജീവിക്കുന്ന. ഇതൊന്നും ജീവിതത്തിൽ ഒരൈശ്വര്യം ഉണ്ടാക്കി തരില്ല.
ഐശ്വര്യം എന്നല്ല, സുതാര്യമല്ലാത്ത ജീവിതത്തിന് എന്ത് ഐശ്വര്യ ഈ നാട്ടിലുണ്ടാവുക? അയച്ചോടെ കെട്ടിക്കോ, അത് അറിയാഞ്ഞാൽ മതി. അത് കെട്ടിച്ചു കൊടുക്കാൻ ആളുണ്ട് പല കോലത്തിലൊക്കെ, അത് അറിയാഞ്ഞാൽ മതി. ഈ അറിയാതെയൊക്കെ കല്യാണം കഴിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന വഞ്ചനയുടെ ചതിയുടെ വലുപ്പങ്ങൾ ആലോചിച്ചോക്കണേ അല്ലേ? അപ്പൊ കുടുംബ ബന്ധം സുതാര്യമാവാൻ ആ കുടുംബത്തിന്റെ കൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴല്ലേ? നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്തുമാത്രം സുതാര്യമായിരിക്കും. പലപ്പോഴും നമ്മൾ കുടുംബത്തെ മാറ്റി നിർത്തി നമ്മൾ സ്വന്തം വഴിക്ക് പോകുമ്പോൾ അത് തെറ്റുകളുടെ വഴി തേടിയുള്ള യാത്രയാവാറില്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോൾ കൂടെ ഭാര്യ ഉണ്ടാവും. ദീർഘയാത്രകൾ പോകുമ്പോൾ പ്രവാചകന്റെ കൂടെ കുടുംബം ഉണ്ടാവും. എന്താ കാരണം എന്നറിയോ? ആ കുടുംബമാണ് ഒരു മനുഷ്യന്റെ ജയപരാജയങ്ങളുടെ പ്രധാനപ്പെട്ടത്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായി. പ്രവാചകൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ വന്ന് ഭാര്യ ഉമ്മു കുൽസു കൂടെയുണ്ട്. അവരോട് പ്രവാചകൻ തൻ്റെ സങ്കടം പറയാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ ആ ഭാര്യ പ്രവാചകനൊരു നിർദ്ദേശം, നബിയെ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കി, അപ്പൊ സംഗതി ശരിയാവും. പ്രവാചകൻ ഉടനെ എഴുന്നേറ്റ് പോയിട്ട് അവർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തപ്പോൾ എല്ലാവരും പ്രവാചകന്റെ കൂടെ. പ്രവാചകന് വലിയ സന്തോഷം. അത് പക്കാരൊന്നും എനക്ക് മനസ്സിലാവില്ല, അത് എന്നോട് പറയണ്ട, അതിൽ ജടപെടണ്ട, അത് എൻ്റെ വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന് മാറ്റി നിർത്താം. പക്ഷേ ഈ ദുന്യാവിലെ ജീവിത സഞ്ചാരത്തിന് അല്ലാഹു തആല നമ്മുടെ കൂടെ കൂട്ടിച്ചേർത്ത് തന്നവളാണ് നമ്മുടെ ജീവിത പങ്കാളി. അതിങ്ങനെ കാലിൻ്റെ അടിയിലിട്ട് ഭരിക്കാനല്ല, ഊലക്കെട്ട് കണ്ട് ചവിട്ടാനല്ല, മൂന്തക്ക് പേറാനല്ല. റസൂൽ പറഞ്ഞില്ലേ, ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ പകൽ സമയത്ത് ഭാര്യയെ അടിക്കുകയും രാത്രി അവളുടെ കൂടെ കിടക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വൃത്തികെട്ടെന്നാ പറഞ്ഞത് അല്ലേ? അപ്പോ കുടുംബം പ്രശ്നമാണ്, കുടുംബം പ്രയാസാണ് എന്ന് പറയുന്നവര് നമ്മൾ മനസ്സിലാക്കണം, കുടുംബത്തിലെ നമ്മുടെ റോളുകൾ ഭംഗിയായിട്ട് ചെയ്യണം. അതിൽ അപകടം സംഭവിച്ചാൽ, അതിൽ അബദ്ധം സംഭവിച്ചാൽ നമ്മുടെ കുടുംബ ബന്ധം താറുമാറാകും. അപ്പോ രണ്ടാമത്തെ പ്രധാനമായും ഈ വിഷയങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മുടെ കുടുംബം സമാധാനമായി നമ്മുടെ കൂടെ ഉണ്ടാവാൻ അള്ളാഹു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് തഖുല്ലാഹ്. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ തലമുറയെ ഏറ്റവും കൂടുതൽ വഴിപിഴപ്പിക്കുന്നത് ചില പുതിയ ആശയങ്ങളുടെ കടന്നുകയറ്റമാണ്. സ്വാതന്ത്ര്യവാദം, ലിബറൽ വാദം, നിരീശ്വരവാദം, അതേപോലെ സ്വതന്ത്ര ലൈംഗികത, അതേപോലെ സ്വവർഗരതി, ഈ കുടുംബമില്ലാതെ ഒറ്റക്കുള്ള ജീവിതം, ഇങ്ങനെ കുറേ ആശയങ്ങൾ പുതിയതാണ് എന്ന രൂപത്തിൽ സമൂഹത്തിലേക്ക് വലിയ രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. സത്യത്തിൽ ഇതൊന്നും പുതിയതല്ല കേട്ടോ. ലോകത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഈ വൃത്തികേടുകളൊക്കെ ഇടക്കിടക്ക് ലോകത്ത് മുളപൊട്ടി വരാറുണ്ട്. അതിനെതിരെ ധാർമ്മികതയുടെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു പോകും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ അത് പതുക്കെ കുത്തിപ്പൊന്തി വരും. ഈ സ്വവർഗരതിയൊക്കെ ലൂത്ത് നബിയുടെ കാലത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ലൂത്ത് നബിയുടെ കാലത്തെ ജനങ്ങളുടെ സ്വഭാവം തന്നെ ഈ സ്വവർഗരതി എന്ന അത് പിന്നെ നിന്നു പോകും. പിന്നെ ഇടയ്ക്ക് പിന്നെയും കുത്തിപ്പൊന്തും പിന്നെയും വരും. അത് ലോകത്തിൻ്റെ ഒരു ചിത്രമാണ്. പക്ഷെ അത് കടന്നു വരുന്ന സമയത്ത് പൊതുവെ എന്താ തോന്നുന്നറിയോ? അതാണ് പുതിയത്, അതാണ് പുതുമ, അതാണ് ആധുനികം എന്നൊക്കെ പുതിയ തലമുറക്ക് തോന്നുകയും പാരമ്പര്യമായി നിലനിൽക്കുന്ന ധാർമ്മികതയെ ചവിട്ടി മതിച്ച് ആ വഴിക്ക് അങ്ങോട്ട് പോകും പുതിയ തലമുറ. ഇപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത പരീക്ഷണത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറക്ക് ധാർമ്മികതയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അധാർമികത എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് വിജയം നൽകുകയില്ല, അത് മനുഷ്യനെ തകർത്ത പാരമ്പര്യമേ ഉള്ളൂ എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ഏറ്റവും വലിയ ചുമതലയാണ്. കല്യാണം വേണ്ട കുട്ടിക്ക്, ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, സ്വവർഗം രതി കണക്കില്ല, അങ്ങനെയാണ്. അതൊക്കെ അവരുടെ കുറ്റം കൊണ്ടല്ല, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവ് കൊടുക്കേണ്ട നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ KNM-ന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് അഥവാ വിദ്യാർത്ഥി വിഭാഗം, അവരാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ആ പ്രസ്ഥാനം എല്ലാ വർഷവും പ്രോഫ്കോൺ എന്ന പേരിൽ
പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, കാരണം പ്രൊഫഷണൽ രംഗത്താണ് ഇത്തരം വേണ്ടാത്ത കൊടുങ്കാറ്റുകൾ ഏറ്റവും ശക്തമായി മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അങ്ങനെ നല്ല ബുദ്ധിയും വിവരവുമുള്ള കുട്ടികൾ എത്തിപ്പെടുന്ന, ലോകത്ത് വലിയ ഭാവി സ്വപ്നം കാണുന്ന അത്തരം കുട്ടികളെയാണ് ഈ വേണ്ടാത്തരങ്ങൾ ഏറ്റവും ശക്തമായ പ്രചാരണം നടക്കുന്നത്. അതുകൊണ്ട് അവരെ മാത്രം ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി ഒരു പഠന സംവിധാനം ഒരുക്കുന്നുണ്ട്. വരുന്ന 13, 14, 15 ഈ ഡിസംബർ 13, 14, 15 ദിവസങ്ങളിൽ നമ്മുടെ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിലാണ് ആ സമ്മേളനം നടക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ മാത്രം മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിങ്, ഒരു ജോലി ലക്ഷ്യം വെച്ച് പഠിക്കുന്ന അത്തരം വിദ്യാർത്ഥികളെ മാത്രം ചേർത്ത് വെച്ചുകൊണ്ടുള്ള വർത്തമാനകാലത്തെ ഏറ്റവും അനിവാര്യമായ ഒരു പ്രബോധന പരിപാടിയാണ് പ്രോഫ്കോൺ. ആ പ്രോഫ്കോൺ 2 കാര്യങ്ങളാണ് പ്രോഫ്കോൺ ആവശ്യപ്പെടുന്നത് നമ്മളോട്. ഒന്ന്, നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ചുറ്റുപാടിലോ എവിടെയെങ്കിലും പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ഈ പ്രോഫ്കോണിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും പ്രോഫ്കോൺ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. ലാസ്റ്റ് ആ ഫീഡ്ബാക്കിൽ കരഞ്ഞുകൊണ്ട് കുട്ടികൾ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ പ്രോഫ്കോണിൻ്റെ 3 ദിവസങ്ങൾ എന്ന് ഏറ്റുപറയുന്ന കുറേ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. കാരണം അവർക്കാരൊന്നും പറഞ്ഞു കൊടുക്കാനില്ല, അവരെ തിരുത്താനും ആരുമില്ല. പക്ഷെ 3 ദിവസം ഒരിടത്ത് പാർത്ത് സുതാര്യമായി സൗകര്യമായി അവർ ഇത് പഠിക്കുകയാണ്. എന്താണ് ധാർമ്മികത? അക്ബർ സാഹിബ് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രോഫ്കോണിലേക്ക് നമ്മുടെ മക്കളെ, ബന്ധപ്പെട്ടവരൊക്കെ എത്തിക്കാൻ ശ്രദ്ധിക്കണം. 2, പ്രോഫ്കോണിന് സാമ്പത്തികമായ സഹായം. നമ്മുടെ കുട്ടികളെ നടത്തുന്ന 3 ദിവസത്തെ ചെലവ് ഭയങ്കരമായ ചെലവാണ്. അതുകൊണ്ട് അവർക്ക് സഹായം വേണം. ഇന്നത്തെ വെള്ളിയാഴ്ച അവർ നമ്മളോട് സഹായം ചോദിച്ചത്, പക്ഷേ ഇന്നത്തെ വെള്ളിയാഴ്ചയിലെ കളക്ഷൻ നമ്മുടെ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നേരത്തെ മാറ്റിവെച്ചത്. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രോഫ്കോണിനെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ഒന്നും കൈ പിടിക്കാതെ പള്ളിയിൽ വരരുത്. ആ പ്രോഫ്കോണിനെ സഹായിക്കാൻ അടുത്ത ആഴ്ച നിങ്ങളൊന്ന് അതിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, സുഹൃത്തുക്കളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 13, 14, 15 ദിവസങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം കൂടി നമ്മൾ ഉണ്ടാവണമെന്നാണ് 1. 2, നമ്മുടെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാമ്പത്തികമായി ഒരു നെടുന്തൂണായി നിന്ന് ഈ പ്രസ്ഥാനത്തിനെ സഹായിച്ച ഒരു വ്യക്തിയാണ് ഒമാൻ ആസ്ഥാനമായി ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിൻ്റെ തലവൻ കൂടിയായ അഷ്റഫ് ഖാ എന്നറിയപ്പെടുന്ന അഷ്റഫ് ഷാഹി. ഒമാനിലൊക്കെ ഉള്ള ആളുകൾക്ക് അദ്ദേഹം സുപരിചിതനാണ്. നമ്മുടെ നാട്ടിലെ ഒട്ടനേകം പള്ളികൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട പള്ളികളുണ്ട്. നമ്മുടെ പ്രസ്ഥാനം ശക്തമായ സാമ്പത്തിക വെല്ലുവിളിയെ നേരിടുന്ന സമയത്തൊക്കെ നമുക്കൊരു ഒരു വലിയ താങ്ങായി നിൽക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം ഒരു വളരെ ഗൗരവമുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ സംഘടന നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ആ ശസ്ത്രക്രിയ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗം പെട്ടെന്ന് സുഖപ്പെടുത്തി പൂർണ്ണാരോഗ്യത്തോടെ മുൻകാലത്തെ പോലെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ശാരീരികമായ, സാമ്പത്തികമായ, ഈമാനികമായ അവസ്ഥകൾ അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ആ നല്ല മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കരുത്.